അധ്യായം 16. ബേശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹൂവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി വെച്ചു. നീയോ യൊരോബെയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുകയാൽ, ഇതാ ഞാൻ ബേശയെയും അവന്റെ ഗൃഹത്തെയും അശേഷം അടിച്ചുവാരിക്കളയും. നിന്റെ ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗൃഹത്തെ പോലെയാക്കും. ബേശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ബേശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ബേശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ തിർസയിൽ അടക്കം ചെയ്തു. അവന്റെ മകൻ ഏല അവന് പകരം രാജാവായി. ബേശ യൊരോബെയാം ഗൃഹത്തെ പോലെ ഇരുന്ന് തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോവയെ ക്രൂധിപ്പിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗൃഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹൂ പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 26-ാം ആണ്ടിൽ ബേശയുടെ മകൻ ഏല ഇസ്രായേലിൽ രാജാവായി തിർസയിൽ 2 സംവത്സരം വാണു. എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസയിൽ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്തു കടന്ന് യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. അവൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്നയുടനെ ബേശയുടെ ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷപ്രജയായ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല. അങ്ങനെ ബേശയും അവന്റെ മകൻ ഏലയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. തങ്ങൾ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം യഹോവ യേഹൂ പ്രവാചകൻ മുഖാന്തരം ബേശയ്ക്ക് വിരോധമായി അരുളി ചെയ്ത വചനപ്രകാരം സിമ്രി ബേശയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു. ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ സിമ്രി തിർസയിൽ 7 ദിവസം രാജാവായിരുന്നു. അന്ന് പടജനം ഫെലിസ്തീർക്കുള്ള ഗിബ്ബഥോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു. സിമ്രി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞുവെന്ന് പാളയമിറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഒമ്രിയെ ഇസ്രായേലിന് രാജാവാക്കി വാഴിച്ചു. ഉടനെ ഒമ്രി എല്ലാ ഇസ്രായേലുമായി ഗിബ്ബഥോൻ വിട്ടുചെന്ന് തിർസയെ നിരോധിച്ചു. പട്ടണം പിടിപ്പെട്ടു എന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീ വെച്ച് അതിൽ മരിച്ചു കളഞ്ഞു. അവൻ യൊരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ. സിമ്രിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അന്ന് ഇസ്രായേൽ ജനം 2 ഭാഗമായി പിരിഞ്ഞു. പാതി ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു. പാതി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു. അങ്ങനെ തിബ്നി പട്ടുപോകുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. യഹൂദ രാജാവായ ആസയുടെ 31-ാം ആണ്ടിൽ ഒമ്രി ഇസ്രായേലിൽ രാജാവായി 12 സംവത്സരം വാണു. തിർസയിൽ അവൻ 6 സംവത്സരം വാണു. പിന്നെ അവൻ ശെമേരിനോട് ശമരിയാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ശേമരിന്റെ പേരിൻ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു. ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എങ്ങനെയെന്നാൽ അവൻ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു. ഒമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശമരിയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാവങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സിദോന്യ രാജാവായ യത്ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പ്
മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അവന്റെ കാലത്ത് ബേഥേലിനായ ഹിയേൽ എരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു.